ഹലോ എവ്രിവൺ. റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് RRB ഗ്രൂപ്പ് ഡി 2024 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, +2 ആണോ അല്ലെങ്കിൽ ITI കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ, വേക്കൻസി എത്രയാണ്, 1,00,000 പുറത്ത് വേക്കൻസീസ് ഉണ്ടോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നോട്ടീസ്, ഈ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ ഫാക്റ്റ്, വേക്കൻസീസിൻ്റെ നമ്പർ കറക്റ്റ് ആണോ, ഇത്ര നമ്പർ വേക്കൻസീസേ ഉള്ളോ അതോ വേക്കൻസീസ് ഇനിയും കൂടുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നിൽക്കെ ഈ ഒരു നോട്ടീസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് 18/12/2024 ഇഷ്യൂ ചെയ്ത, ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്നും വന്നതല്ല, അല്ലാതെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു PDF ആണ്. അപ്പോൾ ഇതിൽ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. പ്ലേസ്മെൻറ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യൻ ഫോർ ലെവൽ 1 പോസ്റ്റ് ഓൺ OIRMS പോർട്ടൽ, അതായത് റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോർട്ടലാണ് OIRMS പോർട്ടൽ. ഈ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ പല കാര്യങ്ങളും പറയുന്നത്. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ വേക്കൻസീസിൻ്റെ കേസ് ഇവിടെ വെസ്റ്റേൺ റെയിൽവേ ഇഷ്യൂ ചെയ്തൊരു നോട്ടീസാണ്. നിങ്ങളുടെ മുകളിൽ കാണാൻ സാധിക്കും. വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു നോട്ടീസാണ്. ഇതിൽ വേക്കൻസീസിൻ്റെ കാര്യം ക്ലിയർലി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ അസിസ്റ്റൻറ്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ പിന്നെ മുംബൈ അല്ലെങ്കിൽ അഹമ്മദാബാദ്, ഭാവ്നഗർ, ഇങ്ങനെ പല പല സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേക്കൻസീസ്, അസിസ്റ്റൻറ്റ് SNTയിൽ വരുന്ന വേക്കൻസീസ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേക്കൻസി നോട്ടിഫൈഡ് ബൈ റെയിൽവേയും വേക്കൻസി അസസ്മെൻറ്റും ഉണ്ട്. ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 കോളംസ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. വേക്കൻസി അസസ്മെൻറ്റ് 284 ആണ് അഹമ്മദാബാദിൽ SNTയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ വേക്കൻസി നോട്ടിഫൈഡ് ബൈ RRB അല്ലെങ്കിൽ റെയിൽവേ ബോർഡ് എന്ന് പറഞ്ഞ് 70 മാത്രമേ ഉള്ളൂ. അതായത് ഇത് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വേക്കൻസി അസസ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ വേക്കൻസീസ് ഇത്രയും ഉണ്ടെങ്കിൽ പോലും റെയിൽവേ ബോർഡ് ഇതിനകത്ത് നിന്നൊരു 70 വേക്കൻസി മാത്രമേ ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ വേക്കൻസി നോട്ടിഫൈഡ് ബൈ റെയിൽവേ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വേക്കൻസി ഉള്ളതിൻ്റെ ഒരു പാർട്ട് വേക്കൻസീസ് മാത്രമേ ഈ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് വെസ്റ്റേൺ റെയിൽവേയിലെ പല പല റീജിയണലായിട്ട് വരുന്ന വേക്കൻസിയുടെ സ്പ്ലിറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. 284, 153 വേക്കൻസി ഉള്ളിടത്ത് നിന്ന് 37 വേക്കൻസീസ് മാത്രമേ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. അതേപോലെ 413 ഉള്ളിടത്ത് നിന്ന് 100 വേക്കൻസീസ് മാത്രമേ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 4/1 അടുത്ത് വരുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് മാത്രമേ റെയിൽവേ ബോർഡ് നോട്ടിഫൈ ചെയ്തുള്ളൂ. അങ്ങനെ 1824 വേക്കൻസി അസസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് റെയിൽവേ ബോർഡ് 442 വേക്കൻസീസ് മാത്രമാണ് നോട്ടിഫിക്കേഷന് വേണ്ടി അസസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പോസ്റ്റിലും അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻറ്റ് ക്യാരേജ്, ഇങ്ങനെ ഡിഫറൻറ്റ് പോസ്റ്റിലായിട്ടുള്ള വേക്കൻസീസ് ടോട്ടൽ അസസ് ചെയ്ത് പറയുന്നൊരു PDF ആണ് ഇതിനകത്ത് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ടോട്ടൽ ഇതിവിടെ പറയുന്നത് 18,785 വെസ്റ്റേൺ റീജിയൻ്റെ കാര്യമാണ് പറയുന്നത്, വെസ്റ്റേൺ സോണിൻ്റെ കാര്യമാണ് പറയുന്നത്. വെസ്റ്റേൺ റെയിൽവേയുടെ അവിടെ 18,785 വേക്കൻസീസ് ഉള്ള ഒരു കേസിൽ 4,672 നമ്പർ ഓഫ് വേക്കൻസീസ് മാത്രമേ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി അസസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. വളരെ ചെറിയൊരു പോർഷൻ നമ്പർ ഓഫ് വേക്കൻസീസ് മാത്രമേ അസസ് ചെയ്തിട്ടുള്ളൂ. ഇത് ടോട്ടൽ ഓൾ ഇന്ത്യ വേക്കൻസീസിൻ്റെ നമ്പർ അല്ല, അല്ലെങ്കിൽ ഏകദേശം മൊത്തത്തിലുള്ള വേക്കൻസീസ് നോക്കിയാൽ ഓൾ ഇന്ത്യ വേക്കൻസീസിൻ്റെ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 32,430 നമ്പർ ഓഫ് വേക്കൻസീസ് അപ്രൂവ്ഡ് ഫോർ നോട്ടിഫിക്കേഷൻ, അതായത് ആ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുന്നതിന് അപ്രൂവ്ഡ് ആയ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 34,438 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ നമ്മളെല്ലാവരും 1,00,000 പുറത്ത് വേക്കൻസീസ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം 2019 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 1,05,000 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ് RTI ഇൻഫോർമേഷൻ കൊടുത്ത്, RTI നോട്ടീസ് കൊടുത്ത് എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് അസസ് ചെയ്തപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഏകദേശം 1.25 ലക്ഷം വേക്കൻസീസിൻ്റെ അടുത്തായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു നമ്പർ ഓഫ് വേക്കൻസിയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു നോട്ടീസിൽ പറയുന്നത് 32,438 വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യുമോ, എങ്ങനെ ഫില്ല് ചെയ്യുമെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമുക്ക് അത് എന്താണെന്നുള്ളൊരു ഫാക്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഒരു പക്ഷേ നമ്മൾ ഇയർലി സിസ്റ്റത്തിലേക്ക് റെയിൽവേ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പം നമ്മൾ പണ്ട് മുതൽ ഇപ്പം 2019 ശേഷം 2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പം ഇനി അടുത്ത വർഷവും നോട്ടിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് ഇനിയുള്ള 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ ഉള്ള വേക്കൻസീസ് ഇപ്പോഴേ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സാം വഴി കണ്ടക്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ വർഷം വരെയുള്ള വേക്കൻസീസ് മാത്രം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടായിരിക്കും വരുന്ന വർഷങ്ങളിലായിരിക്കും ഒരുപക്ഷെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നോക്കിയിരിക്കണം. മാത്രമല്ല വേക്കൻസീസിൻ്റെ നമ്പർ ഇൻ ദ മീൻ ടൈം ഒരുപക്ഷെ ഇൻക്രീസ് ചെയ്തേക്കാം. 32,000 എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനിയും കൂടിയേക്കാം. കാരണം നമ്മൾ കാണാറുണ്ട്
ALPയുടെ കേസ് വന്നാലും ALP നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഏകദേശം 3 ഇരട്ടിയോളം വേക്കൻസീസ് പിന്നീട് കൂടിയായിരുന്നു. അപ്പോൾ അതുപോലെ വേക്കൻസിയുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നാലും ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സെൻസിൽ നിങ്ങൾ കാണേണ്ട. എക്സ്പെക്ട് ചെയ്ത നമ്പർ ഓഫ് വേക്കൻസീസ് അല്ല ഇവിടെ വരുന്നതെങ്കിലും മാത്രമല്ല ഇത് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത നോട്ടിഫിക്കേഷൻ അല്ലാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ആണ്. ഇനി ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നൊരു കാര്യം, ഈ ഒരു നോട്ടിഫിക്കേഷൻ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ബോർഡ് ഹാസ് ഡിസൈഡഡ് ദാറ്റ് നോ റിക്രൂട്ട്മെന്റ് ഷാൾ ബി മെയ്ഡ് ഇൻ കാറ്റഗറീസ് ഓഫ് ചില കാറ്റഗറി ചില പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നില്ല എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റുകൾ വെച്ചിട്ട് ഫില്ല് ചെയ്യാനായിരിക്കാം. നമുക്കതിൻ്റെ ആക്ച്വൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അറിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ റിയൽ ഫാക്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള മറ്റ് ഇൻഫർമേഷൻ ആയിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പല സോഴ്സിൽ നിന്നും നമ്മൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു നോട്ടീസ് സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, അസിസ്റ്റൻറ്റ്, ജനറൽ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് പോർട്ടർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കാറ്ററിംഗ്, അസിസ്റ്റൻറ്റ് കുക്ക്, അസിസ്റ്റൻറ്റ് ക്യാൻറ്റീൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്കൊന്നും നോട്ടിഫിക്കേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കേണ്ടെന്നാണ് പറയുന്നത്. അത് ഒരുപക്ഷെ അതിൻ്റെ കാരണം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകളെങ്കിലും പ്രൈവറ്റൈസ് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവും. ടൂറിസം അല്ലെങ്കിൽ കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ചില റീജിയൻസ് ഒക്കെ ഒരുപക്ഷെ പ്രൈവറ്റൈസ് ചെയ്യുന്നൊരു കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ റീജിയൻസുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും ഒരുപക്ഷെ ഇവിടെ നിർത്തണ്ട അല്ലെങ്കിൽ നടത്തണ്ട എന്ന് പറഞ്ഞത്. അത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ നോ റിക്രൂട്ട്മെൻറ്റ് ഷാൾ ബി മെയ്ഡ് ഇൻ കാറ്റഗറീസ് എന്ന് പറയുന്ന ഈ കാറ്റഗറി കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അസിസ്റ്റൻറ്റ് ക്യാൻറ്റീൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അങ്ങനെ ചില പോസ്റ്റുകളെങ്കിലും ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിരിക്കുന്നതിൻ്റെ കാരണം അതാവാം. കൃത്യമായിട്ട് അതാണ് കാരണം എന്നല്ല. ഇനിയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് വേണം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. ഇനി നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നൊക്കെ ഒരേ പേർക്ക് സംശയമുണ്ട്. അപ്പോൾ അത് ഡിസംബറിൽ തന്നെ വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം 2024 റെയിൽവേ ആദ്യം പറഞ്ഞ, റെയിൽവേ ജനുവരിയിൽ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷൻ വന്നു എക്സെപ്റ്റ് ഗ്രൂപ്പ് ഡിയും ഡിസംബറിനുള്ളിൽ വരുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ വന്ന് ജനുവരി മുതൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസംബറിൽ പറയുന്നൊരു ഡേറ്റ് മുതൽ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ സാധ്യതയുണ്ട്. നമ്മളും അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അടുത്ത ജനുവരി വരുമ്പോഴത്തേന് ALPയുടെ നോട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നോട്ടീസ് നിങ്ങൾക്കെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അവൈലബിൾ ആക്കിയതാണ്. ആ ഒരു നോട്ടീസ് ALPയുടെ നോട്ടിഫിക്കേഷനും അതിൻ്റെ പ്രൊസീജിയേഴ്സും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് സോണൽ റെയിൽവേസിന് കൊടുത്ത നോട്ടീസ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ ALPയുടെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അടുത്ത ALP 2025 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇയർലി സിസ്റ്റത്തിലേക്ക് വരുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് 32,000 വേക്കൻസിയിൽ ഇത് ഒതുങ്ങുന്നത്. അപ്പം വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആരും ടെൻഷൻ ആവുകയോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പഠിക്കുക. ഈ വേക്കൻസി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ 1,00,000 വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജോലിയിൽ കയറൂ എന്നൊരു കാരണവശാലും ചിന്തിക്കാൻ പാടില്ല. അത് തെറ്റായ ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരു വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി നമുക്ക് വേണം, ആ ഒരു വേക്കൻസി ഞാനായിരിക്കും ഫില്ല് ചെയ്യണം എന്ന് ചിന്തിച്ച് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. സോ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. മാത്രമല്ല ഗ്രൂപ്പ് ഡി മാത്രമല്ലല്ലോ, ഒരുപാട് പരീക്ഷകളുണ്ട്. ഒരേ തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഡി ഉണ്ട്, NTPC ഉണ്ട്, അതുപോലെ RPFൻ്റെ പരീക്ഷകളുണ്ട്. ഇങ്ങനെ റെയിൽവേയുടെ ഭാഗത്ത് തന്നെ ഒരേ സിലബസിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി കംപ്ലീറ്റ്ലി ഇപ്പം അതിൻ്റെ പോസ്റ്റുകളെ പറ്റി പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷനാണ്. ഏത് പോസ്റ്റുകളാണ്, ഗ്രൂപ്പ് ഡി അല്ലേ, ചെറിയ പോസ്റ്റുകളല്ലേ, ബുദ്ധിമുട്ടുള്ള പോസ്റ്റുകളല്ലേ? ഒരു പക്ഷേ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെയാണ് ഗ്രൂപ്പ് ഡിയിലുള്ളത്. അതിലും കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പോസ്റ്റുകളും അതിനകത്ത് വരുന്നുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ചില പോസ്റ്റുകൾ ഹാർഡ് വർക്ക് വേണ്ട പോസ്റ്റുകളാണ്, ചില പോസ്റ്റുകൾ കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള പോസ്റ്റുകളാണ്. എന്നിരുന്നാലും ഈ ഒരു പോസ്റ്റ് പലരും എയിം ചെയ്യുന്നത് ആ ഗ്രൂപ്പ് ഡി പോസ്റ്റിൽ കയറിയതിന് ശേഷം പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതി വരുന്ന സമയത്ത് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി ബെറ്റർ പോസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയാണ് പലരും കരുതുന്നത്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ട് കണ്ട് RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് കാണുന്ന RRB ഗ്രൂപ്പ് ഡി കോഴ്സിൽ എൻറോൾ ചെയ്യാം. കറൻ്റ്ലി അതിൻ്റെ ഫീസ് വരുന്നത് 3,000 ആണ്. കറൻ്റ്ലി ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഓഫർ റൺ ചെയ്യാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും ഒരു 500 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് കൂപ്പൺ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്പിൽ എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. താല്പര്യമുള്ള ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റൊരു പേജാണ്. ഈ പേജിൽ പറയുന്നത് ഓരോ റീജിയൻ വൈസുള്ള വേക്കൻസീസിൻ്റെ സ്പ്ലിറ്റ് ആണ്. ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. 32,000+ വേക്കൻസീസ് ടോട്ടൽ പറയുന്നുണ്ട്. അതിൽ തന്നെ ഓരോ റീജിയൻ, സെൻട്രൽ റെയിൽവേ, അതുപോലെ തന്നെ ഈസ്റ്റേൺ റെയിൽവേ, നോർത്ത് സെൻട്രൽ റെയിൽവേ, അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. അതായത് കോച്ച് ഫാക്ടറി, ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറി, ഇങ്ങനെ പല ഫാക്ടറീസിലും റെയിൽ വീൽ ഫാക്ടറി, ഇങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള വേക്കൻസീസിൻ്റെ സ്പ്ലിറ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.
ഓരോന്നിലും വരുന്ന വേക്കൻസീസ് എത്രയാണെന്ന് പറഞ്ഞ് ടോട്ടൽ അത് 32,000 പുറത്ത് വേക്കൻസീസ് ആയിട്ടാണ് ഈ ഒരു ടേബിളിൽ ക്ലിയർലി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ പോസ്റ്റുകളാണെന്നും പറഞ്ഞ് ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംശയമുള്ള ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആ PDF കൂടെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു രീതി അനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളത്. വെറുതെ നോട്ടിഫിക്കേഷൻ കണ്ട് രസിക്കുകയല്ല വേണ്ടത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഏത് സോഴ്സ് വേണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് മാത്രം പഠിക്കൂ എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ പോലും ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സസ് കണ്ടിട്ടായാലും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ വരില്ല. ഇത് അവസരങ്ങളുടെ ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നതെന്ന് തന്നെ കരുതുക. SSC, റെയിൽവേ തുടങ്ങിയുള്ള പരീക്ഷകൾ, ബാങ്കിങ്ങിൻ്റെ എക്സാംസ്, ഇങ്ങനെയുള്ള പരീക്ഷകൾ ഒരുപാട് വരുമ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് റെഡിയാകുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ഏത് തരത്തിലായാലും ഓഫ്ലൈൻ സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും ഫ്രീ ആയിട്ട് മറ്റ് പല സോഴ്സുകളുടെ ഹെൽപ്പോട് കൂടിയാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി ഒരു നല്ല അവസരമായിട്ട് കണ്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.